ന്യൂസ് അപ്ഡേറ്റ്സിൽ മറ്റു ചില വാർത്തകൾ കൂടി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരും. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുന്നതാണ് ബില്ല്. കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അത്. അതിലിപ്പോൾ അംഗീകാരം നൽകുന്നു. അത് എങ്ങനെയൊക്കെയാണ് വരും സമയങ്ങളിൽ ചർച്ചയാവുക? എൽദോ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹം പലതവണ ഉയർത്തിയ നിർദ്ദേശമാണ്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളിലടക്കം എതിർപ്പ് ഉയർന്നതിനെ തുടർന്നും അതിന്റെ പ്രായോഗികത സംബന്ധിച്ച് നിയമജ്ഞരടക്കം സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് അത് നീണ്ടുപോയത്. പിന്നീട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി, അമിത്ഷായ്ക്ക് അടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ട് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഇത് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ എന്നു മുതലാണ് ഇത് നടപ്പാകുക എന്നതൊക്കെ ബില്ല് അവതരണത്തിന് ശേഷമാവും തീരുമാനിക്കപ്പെടുക. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇത് നടപ്പാകുമോ അതോ അതിനുശേഷം മാത്രമാവോ നടപ്പാകുക എന്നുള്ള വിഷയങ്ങളൊക്കെ പിന്നീട് ആണ് വരാനുള്ളത്. എന്തായാലും വനിതാ സംവരണം അടക്കമുള്ള വിഷയങ്ങളും നടപ്പിലാക്കാനുണ്ട്. അതും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടപ്പാകുമോ എന്നതും അറിയാനുണ്ട്. അത്തരം ഒട്ടേറെ സങ്കീർണമായ വിഷയങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ്. എന്തായാലും രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിൽ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ നടപ്പാക്കുക എന്നുള്ളതാണ്. രാജ്യം മൊത്തം 5 വർഷത്തിൽ ഒരിക്കൽ തെരഞ്ഞെടുപ്പ്, മറ്റ് സമയങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പില്ല എന്നുള്ളതാണ് ഇതിന്റെ വ്യവസ്ഥ. ഇതിന് പ്രധാനമായും പറയുന്ന നേട്ടമായി പറയുന്നത് ഒരേ സമയം ഈ 3 തെരഞ്ഞെടുപ്പുകൾ കൂടി നടന്നു കഴിഞ്ഞാൽ ചെലവിൽ വലിയ തോതിലുള്ള കുറവുണ്ടാവും എന്ന് പറയുന്നു. മറ്റൊരു പ്രധാന നേട്ടമായി പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് സർക്കാരുകൾക്ക് വേണ്ട രീതിയിൽ നയപരിപാടികൾ നടപ്പാൻ അല്ലെങ്കിൽ ജനപ്രീതി ഇല്ലാത്ത പരിപാടികളടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പ്രയാസമുണ്ട്. അത് തടയാൻ ഇത് സഹായിക്കും എന്നതുകൂടി പറയുന്നു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളും മറ്റ് നിയമജ്ഞരും അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ലോക്സഭയിലേക്കോ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ സർക്കാർ ഇടയ്ക്ക് വെച്ച് വീഴുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി സമയം എന്താവും അവസ്ഥ എന്നുള്ള രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനമാണെങ്കിൽ പോകും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഏത് പകര സംവിധാനം ഒരുക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഇത്തരത്തിലൊക്കെ 5 വർഷം ഭരണം തയ്ക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതുമാണ്. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടന്നത്. ഏകദേശം 60-കൾ വരെയാണ്, ഈ 60-കളുടെ തുടക്കം വരെയാണ് ഇങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടന്നത്. പിന്നീട് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭയിലേക്ക് കൃത്യ കാലാവധി തയ്ക്കാതെ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മുൻകൂട്ടി നടപ്പാക്കേണ്ടി വന്നു. അത് പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു സംസ്ഥാനവും കൃത്യം 5 വർഷം വീതം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ മുന്നോട്ട് അങ്ങനെ സർക്കാർ കാലാവധി തയ്ക്കുന്ന അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ലോക്സഭയിലും അങ്ങനെ എല്ലാ 5 വർഷവും കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളൊരു കാലാവസ്ഥയിലേക്ക് ഉണ്ടായിട്ടില്ല. പലപ്പോഴും 6 മാസവും 1 വർഷമൊക്കെ കൊണ്ട് സർക്കാരുകൾ വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് ഇതിന് ഉത്തരം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിന് ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം സംസ്ഥാനങ്ങളിൽ BJPക്ക് അങ്ങനെ സംസ്ഥാന ഭരണത്തിൽ BJPക്ക് കാര്യമായ സ്വാധീനമുള്ള കേന്ദ്ര ഭരണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് BJPക്ക് പലപ്പോഴും എഡ്ജ് ലഭിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടികൾക്കും അല്ലെങ്കിൽ സംസ്ഥാന വിഷയങ്ങൾക്കുമാണ് പലപ്പോഴും എഡ്ജ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ നേട്ടം BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇത് കണക്കാക്കിയുള്ള രാഷ്ട്രീയ നീക്കമായിട്ടും കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന BJPയുടെ നിർദ്ദേശത്തെ. എന്തായാലും പലതരത്തിലുള്ള സംവാദങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം വഴി തുറക്കുന്നത് കൂടിയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ഇന്നത്തെ തീരുമാനം. കിരൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബില്ല് അത് കൊണ്ടുവരുമ്പോൾ അത് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അത്ര എളുപ്പമല്ലല്ലോ, മുൻകാല സാഹചര്യമല്ലല്ലോ പാർലമെന്റിൽ BJPക്കും കേന്ദ്ര സർക്കാരിനും നേരിടാനുള്ളത്. റൈറ്റ്, ഒരു നിമിഷം കിരൺ, ഞാനിപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇതിന് അംഗീകാരം നൽകുമ്പോൾ അത് ഇനി കൂടുതൽ ചർച്ചകൾക്കുള്ള സമയമാവുന്നു, അതിനേക്കുള്ള വഴി തെളിയിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ തീരുമാനത്തെ നോക്കിക്കാണേണ്ടത്? പല വീക്ഷണകോണുകളിലൂടെ കാണേണ്ടതായ ഒരു കാര്യമാണിത്, പരിശോധിക്കേണ്ടതായ വിഷയമാണിത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, എല്ലായിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുന്നു. ആ സഭ, തെരഞ്ഞെടുക്കപ്പെടുന്ന സഭ അത് നിശ്ചിത കാലാവധി പൂർത്തിയാക്കാൻ ബാധ്യസ്ഥമാണ്. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് സാധ്യത അടയുകയാണ്. അങ്ങനെ പാർലമെന്ററി ജനാധിപത്യം മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിലാണ് എനിക്ക് സന്ദേഹമുള്ളത്. മറ്റ് നിയമപരമായ ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ അതൊക്കെ അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞേക്കും.
ഗോവിന്ദ കമ്മിറ്റിയുടെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി ആയിരുന്നല്ലോ. ശുപാർശകളും റിപ്പോർട്ടും ഒക്കെ ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്. അപ്പോൾ പ്രായോഗികമായി ഇപ്പോൾ നിയമ ഭേദഗതികൾ വരുത്തി ഇത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് എത്ര കാലം മുന്നോട്ട് പോകും? നമ്മൾ 1992 എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോക്സഭയിലേക്കും ഒരുമിച്ചല്ലേ തെരഞ്ഞെടുപ്പ് നടത്തിയത്. എന്നിട്ട് എന്തുണ്ടായി? കേരളം അന്നത്തെ തിരുക്കൊച്ചി തന്നെ എടുക്കുക, 54 ആയപ്പോഴേക്കും പനമ്പള്ളി ഗോവിന്ദൻ രാജിവെക്കേണ്ടി വന്നു, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അപ്പൊ അത് ആ ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വട്ടം ലോക്സഭ പിരിച്ചുവിടേണ്ടി വന്നു, ഇടക്കാല വേണ്ടി വന്നു. അതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് ഇല്ലാതാക്കുന്ന പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചൈതന്യം കെടുത്തിക്കൊണ്ട് ഇവർ ശ്രമിക്കുന്നത് രാജ്യത്തെ പ്രസിഡൻഷ്യലിലേക്ക് കൊണ്ടുപോകാനാണ് അമേരിക്കൻ രീതിയിലുള്ളത്. അതാണ് ആവശ്യമെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് ചർച്ച നടത്താം. അതിനു പകരം ഈ വളഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ പിൻവാതിലിലൂടെ മറ്റേതോ തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ നടപ്പാക്കാനുള്ള ശ്രമം അതൊരു പാഴ്വേലയായി മാറും. അത് വിജയിക്കില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ധാരണയും വിശ്വാസവും. റൈറ്റ്, താങ്ക് യു സോ മച്ച് സർ. എന്തായാലും ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്നുള്ള സംഭവം ഇല്ലാതാകുന്നത് എത്രമാത്രം ഫലപ്രദമാക്കാൻ കഴിയും, എങ്ങനെയാണ് അതിൻ്റെയൊക്കെ പരിഹാരം എന്നുള്ളതൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ 15 പ്രതിപക്ഷ പാർട്ടികൾ സമിതിക്ക് മുന്നിൽ വിയോജിപ്പ് അറിയിച്ചതാണ്. 36 പാർട്ടികൾ യോജിച്ചു, NDA സഖ്യകക്ഷികളടക്കം. അപ്പോൾ അങ്ങനെ ഒരു വലിയ തോതിൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ന്യൂസ് അപ്ഡേറ്റ്സിന്റെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം.